ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് സിമ്പിളായിട്ടൊന്ന് അരിമാവ് കൊണ്ടൊരു ദോശ ഉണ്ടാക്കുക. അരി മാത്രം, അരി. അപ്പോൾ അത് പച്ചരിയാണ് എടുക്കേണ്ടത് ഇവിടെ. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ കൂടെ തേങ്ങ ചിരവിയത്, ഒരു മുറി തേങ്ങയുടെ മുക്കാലാണ് എടുത്തത്, ഫുൾ എടുത്തില്ല, മുക്കാൽ. അപ്പോൾ എനിക്ക് ഇവിടെ കരിക്ക് ഇടുന്നതാണ് ഈ ദോശയ്ക്ക് നല്ലത്. പക്ഷേ എനിക്കിവിടെ കരിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങ ഇതാക്കിയിട്ടു. ഇനി കുതിർത്ത് ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാനത് കുതിർത്ത അരി ഇത് മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ കൂടെ ആ തേങ്ങ ചിരുവതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് രാവിലെ കുതിരാനിട്ട് നമുക്ക് രാവിലെ തന്നെ അരച്ച് വെച്ച് വൈകിട്ട് ദോശ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ തലേന്ന് അരച്ചിട്ട് പിറ്റേ ദിവസവും ദോശ എടുക്കാം. അങ്ങനെയും ചെയ്യാം. നല്ല ഒരു ഹെൽത്തി ഡിഷാണ്. അപ്പം ഇതിപ്പം ഞാൻ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ച് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി മൂടി വയ്ക്കണം. ഞാനിത് തലേന്ന് വൈകിട്ട് അരച്ച് രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ദോശ ചുടാൻ എടുക്കുന്നത്. അങ്ങനെയും ചെയ്യാം. ഇത് പുളിക്കണമെന്നൊന്നുമില്ല ഈ മാവ്. അപ്പം ഞാനിത് അരച്ച് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് പിറ്റേ ദിവസം ഞാൻ രാവിലെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ മസൂർ ദാൽ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത് അത് വെള്ളം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിനകത്തിട്ട് വേവിക്കാം. കുക്കറിനകത്തിട്ട് വേവിച്ചാൽ നല്ല മയത്തിന് നല്ല കുഴഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് കഴുകി വെച്ചത് പരിപ്പ് കുക്കറിനകത്തിടാം. സാധാരണ ഈ ദോശയുടെ കൂടെ കടലപ്പരിപ്പ് കറിയാണ് കഴിക്കുന്നത്. ഞങ്ങളിവിടെ കടലപ്പരിപ്പ് വലുതായിട്ട് യൂസ് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പരിപ്പാണ് ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി അത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ 1 കപ്പ് വെള്ളം മതി. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് മുങ്ങിക്കിടക്കുന്ന അത്രയും മതി, കൂടുതൽ വെള്ളമൊന്നും വേണ്ട. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യത്തിനൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പരിപ്പ് കറിയൊക്കെ നമുക്ക് കുക്കറിനകത്ത് വേവിക്കുമ്പം അത് വെളിയിൽ ഇങ്ങനെ ചീറ്റി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പോൾ അതുപോലെ 2-3 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 3 വിസിൽ മതി. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ. അപ്പോഴത്തേക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. ഈ പരിപ്പ് വെന്ത് കുഴഞ്ഞ് വരുമേ. പരിപ്പിന് വലിയ വേവില്ല. പിന്നെ ഞാൻ 3 വിസിൽ എടുത്താലേ ഒന്ന് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടത്തുള്ളൂ. ആ പരുവത്തിലാണ് വേണ്ടത് പരിപ്പ് കറി. എന്നിട്ട് നമുക്കിതിപ്പം കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. വേവിച്ച് ഈ പരിപ്പിൻ്റെ കൂടെ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ മസാല ഒന്നും ചേർക്കുന്നില്ല. സവാള, തക്കാളി അതൊന്നുമില്ല. ജസ്റ്റ് സാധതായിപ്പം പരിപ്പ് വെന്തിട്ടുണ്ട്. കുക്കറിൻ്റെ വെയിറ്റൊക്കെ മാറ്റി നമ്മൾ തുറന്ന് നോക്ക്. നല്ല കുഴഞ്ഞ രൂപത്തിലിരിക്കും പരിപ്പ്. അതാണ് കണ്ടോ? ഈ ഒരു പരുവത്തിന് നമുക്ക് പരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ദോശ ചുടണ്ടേ. അപ്പോൾ ആ മാവ് എങ്ങനെയായി എന്ന് നോക്കാം. അപ്പം ആ പാത്രം ഈ പാത്രത്തിൽ നമ്മൾ അടച്ചു വെച്ചത് തുറന്ന് നോക്കി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു നൈറ്റ് വെളിയിൽ വെച്ചിരിക്കുമല്ലായിരുന്നു. അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകം കൈയിൽ എടുത്ത് കൈ കൊണ്ട് തന്നെ ഞെവടണം നന്നായിട്ട്. എന്നിട്ട് അതും കൂടെ ഈ മാവിലോട്ട് ചേർക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് മതി. ഇപ്പം പരിപ്പ് കറിക്ക് ഉപ്പ് കാണുമല്ലോ, രണ്ടും കൂടെ കഴിക്കുമ്പം കറക്റ്റായിരിക്കും. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ദോശ ചുടുന്ന രീതിയിൽ മാവ് റെഡിയാക്കണം. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുവാണ്. പൊങ്ങിയൊക്കെ വന്നതുകൊണ്ട് ഇച്ചിരി കട്ടിയായി മാവ്. ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിലാക്കണം. എന്നാലേ നമുക്ക് ദോശ ചുടാനുള്ള അല്ലെങ്കിൽ പിന്നെ കട്ടിയായിട്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്കൊരു കല്ല് വയ്ക്കാം. കല്ല് ചൂടാകുന്നത് വരെ നമുക്ക് മറ്റേ പരിപ്പ് കറി റെഡിയാക്കാം. കല്ല് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അത് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായാലേ ദോശ ഇതാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്കൊരു ചീനിച്ചട്ടിക്കകത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ ജസ്റ്റ് ചൂടായതേ ഉള്ളൂ. അപ്പം ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക്
പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇനി ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ദോശ ചൂടാം. കല്ലവിടെ ചൂടായിട്ടുണ്ട്. ഇനി അപ്പം നമുക്കത് ദോശ ചൂടാം. അപ്പോഴത്തേക്കും ഈ കടുക് പൊട്ടി റെഡിയാകും. അപ്പം ദോശക്കല്ല് കറക്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലൊരു തവി മാവൊഴിച്ച് വലുതായിട്ട് ഇങ്ങനെ നമ്മൾ മറ്റേ ദോശ ചുടുന്ന പോലെ അതുപോലെ റൗണ്ടാക്കിയൊന്നും ഈ മാവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഷേപ്പിലൊക്കെ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് ഈ കടുക് പൊട്ടിയായിരുന്നു. ഇനി അതിനകത്ത് നമുക്ക് ഒരു വറ്റൽമുളക് രണ്ടാക്കി ഇതാക്കിയിട്ടു. എനിക്ക് കറിവേപ്പില കിട്ടിയില്ലായിരുന്നേ, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. കറിവേപ്പിലയും കൂടെ ഇടണം. എന്നിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പരിപ്പിൻ്റെ ഗ്യാസ് കയറാതിരിക്കാനാണ് കായപ്പൊടി ഇടുന്നത്. കായപ്പൊടി ഇടാൻ മറക്കല്ലേ, മസ്റ്റായിട്ട് ഇടണം. അപ്പോൾ എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. നമ്മൾ കടു വറുത്ത ആ ചീനിച്ചട്ടിക്കകത്തോട്ടാണ് പരിപ്പ് കൂടെ ചേർക്കുന്നത്, വേവിച്ച് വെച്ച്. എന്നിട്ട് കുക്കറും കൂടെ കഴുകി ബാക്കി കുക്കർ കഴുകി ബാക്കി വെള്ളം കൂടെ അതിനകത്ത് ചേർക്കുമ്പോൾ ചൂടുവെള്ളം ഇട്ടാണ് കുക്കർ ഒന്ന് ഇതാക്കി എടുത്തിട്ട് ആ വെള്ളമാണ് ചേർക്കേണ്ടത്, പച്ചവെള്ളം ചേർക്കല്ലേ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് കറി റെഡിയാകും. ഇനിയിപ്പോൾ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. നമുക്കത് അടച്ചു വെച്ച് ആ മൂടി മാറ്റിയിട്ട് ദോശ ഈ പരുവത്തിൽ കണ്ടോ, ദോശ ഒന്ന് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി എണ്ണ മേളിൽ തന്നെ ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് തൂക്കി കൊടുത്തിട്ട് ദോശ തിരിച്ചിടണം. തിരിച്ചിട്ട് ഒന്ന് ഒരുപാട് ഇതാക്കണ്ട, ഒരുപാട് നേരം തിരിച്ചിടണ്ട. അപ്പോഴത്തേക്കും അത് വെന്ത് കാണും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് കിട്ടണമെങ്കിൽ ചാനൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്